ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളോട് അവർക്കുള്ള സ്നേഹം സത്യസന്ധമാണോ, ഈ ഒരു ടോപ്പിക്കിലാണ് കാർഡ് ഷഫിൾ ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും കാണാം. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണം അടച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ പണം അടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി 24 ഹവേഴ്സിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഓൺ കോളിൽ തന്നെ നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. കാരണം നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം. നമുക്കൊരു 3 കാർഡ് ഒരുമിച്ച് വീണിട്ടുണ്ട്, അതെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കാർഡിൻ്റെ എനർജി പറയാം. ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ എക്സ് ആയിരിക്കാം, ഭർത്താവായിരിക്കാം, വിവാഹേതര ബന്ധമായിരിക്കാം, അങ്ങനെ ആരും ആയിരിക്കാം. ആരെ പറ്റിയാണ് ചിന്തിച്ചിട്ടുള്ളത് അവരും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സോഡിയക് സൈൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആവാം, ആ വ്യക്തിയുടെ ആവാം, ഒരു പക്ഷേ നിങ്ങൾക്കിടയിലൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെ ആവാം. ഓക്കെ, 8, 7, 10, 2, 3, 5, 6, 11, 8 പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സോഡിയക് സൈൻ എന്ന് പറഞ്ഞാൽ സാജിറ്റാരിസ്, കാപ്രിക്കോൺ, പൈസസ്, അക്വേറിയസ്, ലിബ്ര വരുന്നുണ്ട്, സ്കോർപ്പിയോ വരുന്നുണ്ട്, ജെമിനി വരുന്നുണ്ട്, ലിബ്ര പിന്നെയും വരുന്നുണ്ട്, പൈസസും റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നമ്പറുകളാണെങ്കിലും സോഡിയക് സൈൻ ആണെങ്കിലും നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, വിവാഹേതര ബന്ധങ്ങളായിരിക്കാം, നിങ്ങൾക്കിടയിൽ ജാതി, മതം, ഏജ് ഡിഫറൻസ്, ലോങ് ഡിസ്റ്റൻസ്, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അത്തരം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം. നിങ്ങളും ഈ വ്യക്തിയായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ മുജ്ജന്മങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലായിരുന്നിട്ടുണ്ടാകാം. നിങ്ങൾക്കതൊരു വിവാഹത്തിലേക്കോ ഒന്നു ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന് ഒരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. മേ ബി അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം, മേ ബി കർമ്മയായിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരു അടുപ്പം തോന്നിയതും മറ്റാരോടും തോന്നാത്ത രീതിയിലുള്ളൊരു അടുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു കാരണം. ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അവരുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരുടെ സ്നേഹം സത്യസന്ധമായിട്ട് ഇതിന് കാണിക്കുന്നില്ല.
അവർ ഒളിഞ്ഞിരിക്കുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അതിൽ നിന്ന് അവർ എസ്കേപ്പ് ആവുന്നത് ഓടി ഒളിക്കുന്ന ഒരു എനർജിയെ പറയുന്നു. കുറച്ച് പേരൊക്കെ ഇതിൽ നിന്നും പിൻവാങ്ങി പോയതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിലുള്ളത്. ഓക്കെ, സത്യസന്ധമാണോ എന്ന് ആണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഒരു ചതി, വഞ്ചന, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കാർഡിൽ. അവർ ചിലപ്പോൾ നന്മപരമായിട്ട് അഭിനയിക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഒരു വഞ്ചന, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അടുത്ത കാർഡിലും പറയുന്നത് ഒട്ടും സത്യസന്ധമല്ല, ഒട്ടും സത്യസന്ധത ഇല്ല എന്ന് തന്നെ പറയാം. ഡിസ്ഹോണസ്റ്റി. ഓക്കെ, ചിലപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പണിഷ്മെൻ്റ് ആയിരിക്കാം. പണിഷ്മെൻറ്റ് മീൻസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഇത് കുറേ കാര്യങ്ങൾ കർമാസൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ അൺഫെയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വിവാഹേതര ബന്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. കാരണം സമൂഹം അംഗീകരിക്കാത്തത് അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും അത് കൂടുതലും. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സമയം ഈ ഒരു വ്യക്തി, നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി, അവർ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. സെൽഫ് ലവ് എന്നൊരു പ്രോസസ്സിലാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലോട്ടൊരു ഹാർമണി ഇല്ല, ഡിസ്ഹാർമണിയാണ്. ഒട്ടും ബാലൻസ് ഇല്ല, ഒരുപാട് പൊരുത്തക്കേടുകളാണ്. പരസ്പരം വാല്യൂ ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാകാം. ഒട്ടും അറ്റാച്ച്ഡ് അല്ല നിങ്ങൾ. എപ്പോഴും വഴക്കുകളായിരിക്കാം, തെറ്റായ തീരുമാനങ്ങളായിരിക്കാം. ഒരു തീരുമാനം നിങ്ങൾക്ക് ഇതിലെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടാകാം, നിങ്ങൾക്കോ അവർക്കോ കേട്ടോ. പിന്നെ പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം ഒട്ടും ഇല്ലേ ഇല്ല എന്ന് തന്നെ പറയാം. സെൽഫ് ഡൗട്ടാണ് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും. അതേസമയം ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വീക്ക്നെസ്സും ആണ്. ഇവരില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയും, അതെന്താ പറയുക, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നൊരവസ്ഥ. ഇൻസെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ടും ഈ റിലേഷൻഷിപ്പിലുള്ളത്. ഒരു ലോ എനർജി, ഒട്ടും ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ, പരിക്കനായിട്ടുള്ള ഇമോഷൻസ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ഫാമിലിയോ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ചിതറിക്കിടക്കുന്ന സ്വപ്നങ്ങൾ, ചിതറിക്കിടക്കുന്ന എനർജി ഒന്നും നമ്മൾ വിചാരിച്ച പോലെ കൂടെ ആവുന്നില്ല. തകർന്നടിഞ്ഞ കുടുംബം, വീട്ടിലൊരുപാട് പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒട്ടും കണക്റ്റ് ആവാൻ പറ്റുന്നില്ല, ഒരു ഡിസ്കണക്ഷനാണ്, ഒരു മിസ്അലൈൻമെൻ്റ് ആയിട്ട്, ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് തന്നെ ഇരിക്കുന്നത്. എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. എത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വെടിപ്പാവണില്ലല്ലോ എന്ന രീതിയിലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഇതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാകാം നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒട്ടും പറ്റുന്നില്ല, ശരിയാവുന്നില്ല. ബന്ധത്തിൽ ഒരുപാട് നമ്മൾ വേദനിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ, കാര്യങ്ങൾ. ഇതിലൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു വസ്തു ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ല, അവർക്കുണ്ടാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കാം. സത്യസന്ധമാണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു അസൂയ, പൊസസീവ്നെസ്, അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ കഴിഞ്ഞ പാസ്റ്റിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ റിലേഷൻഷിപ്പും കൂടിയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകാം. ഇതിലൊരു ഉഴപ്പലും മടിയൊക്കെ തന്നെയാണ് കാണുന്നത്. ഒട്ടൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. റിലേഷൻഷിപ്പാണോ? അതെ. അങ്ങനെ പോകുന്നുണ്ടോ? ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ഒരു രീതിയിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. പിന്നെ സെൽഫ് കെയർ ആണ് നോക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. വർക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എപ്പോഴും ഇതിൽ
നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെ എന്തോ ആരോ ആയിക്കോട്ടെ, എപ്പോഴും വഴക്കാണ്. അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്നൊരു എനർജിയാണ്. അതേസമയം ഒരുപാട് അസൂയ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരോടായിരിക്കാം, അവർക്ക് നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് മറ്റുള്ളവരോടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു സാമ്പത്തിക വിജയം കാര്യങ്ങളൊക്കെ ഈ കാർഡിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ അത്തരം വിജയങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ വലിയൊരു ആത്മാർത്ഥം ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. അതേസമയം ഇത് ശരിയായി പോകാത്തതിൻ്റെ വിഷമമുണ്ട്. റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഒരു ഹൃദയം തകർന്ന അവസ്ഥ. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്യുന്നൊരവസ്ഥ. മെൻ്റലി ഇമോഷണലി ഒക്കെ മൊത്തത്തിലൊരു പെയിനാണ് ഈ റിലേഷൻഷിപ്പിൽ. ഒരുപാട് ഹർട്ടായിട്ടുണ്ടാകാം. ഇതൊരു പൂർണ്ണ പരാജയമാണ്, ഒരു നഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കുന്നുണ്ടാകാം. നിങ്ങളോ അവരോ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഇത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരു ഡിവോഴ്സിലോട്ട് നയിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ഒരു ഡിവോഴ്സറായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഹൃദയം തകർന്ന അവസ്ഥ, അതിനെയാണ് പറയുന്നത്. അടുത്ത കാർഡ് ഒരുപാട് രഹസ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഒളിച്ചു വയ്ക്കുന്നുണ്ടാകാം. അത് നിങ്ങൾ ഒട്ടനവധി വേദനിപ്പിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ആ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം, കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. ഈ റിലേഷൻഷിപ്പിലൊരു ഹിഡൻ അജണ്ട ഉള്ള പോലെ മനസ്സിലാവുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും തീർത്തും ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് രണ്ടുപേരും ഒരു സ്വയം തീരുമാനമെടുത്ത് പിന്നോട്ട് വലിഞ്ഞ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിപ്പോയൊരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം ഫുൾ സൈലൻസ് ആയിരിക്കാം. ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, മറ്റേ ആളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കാം. കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറവായിരിക്കാം. സെൽഫിഷാണ് കൂടുതലും പറയുന്നത്. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് വിശ്വസിക്കാം. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അവഗണന, അത്തരം കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുണ്ട് എന്നും മനസ്സിലാകുന്നു. നമ്മൾ ഇത്രയും കാർഡുകളാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമാണോ എന്നൊരു ചോദ്യത്തിൽ സത്യസന്ധമല്ല എന്ന് തന്നെയാണ് കാർഡുകളിൽ പറയുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴെങ്കിലും കാണാൻ ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.